ഹായ് ഹലോ. ഇപ്പോൾ ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾ നമ്മുടെ ഗൗരി ശങ്കരം, ഗൗരിയുടെയും ശങ്കറിൻ്റെയും ആ ഒരു കഥ നിർത്തിവെച്ചിരിക്കുമായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കഥ അവർ നിർത്തിവെച്ചതിന് ശേഷം ഇപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതം വീണ്ടും കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും നാൾ നമ്മൾ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായിരിക്കും ഇനി ഗൗരി ശങ്കരത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു കഥ അവസാനിച്ചത്. ഇനി ഗൗരിയുടെ പിറന്നാളും പിന്നെ പിറന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ ചാരങ്ങാട്ട് തറവാട്ടിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ പുതുതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ തയ്യാറെടുപ്പിലാണ് അവിടെ ഗൗരിയും ഗംഗയും ശങ്കറും എല്ലാവരും. ആ ഒരു സന്തോഷത്തിലാണ് ഗൗരി. എങ്കിലും ഗൗരിയുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാത്തത് കൊണ്ട് തന്നെ ഗംഗ കാര്യങ്ങൾ ചോദിക്കുകയും, എന്നാൽ താൻ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം തൻ്റെ ആദ്യത്തെ പിറന്നാളാണ്, ആ ഒരു പിറന്നാളിന് എൻ്റെ അമ്മയോ അനിയത്തിയോ ആരും ഇല്ലാത്തത് എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ അവിടെ ഗൗരി പറയുമ്പോഴേ ഗൗരിക്ക് ഒരു വാക്ക് ഗംഗ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നാളെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിൽ ഗൗരിയുടെ കുടുംബം എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കും എന്നൊരു വാക്കാണ് അവിടെ ഗംഗ കൊടുത്തത്. ആ ഒരു സന്തോഷത്തിൽ ഗൗരിയും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയം രാവിലെ തന്നെ എല്ലാവരും ആ ഒരു പിറന്നാൾ ആഘോഷത്തിൻ്റെ തയ്യാറെടുപ്പിലാണെങ്കിലും അവിടെ ആദർശും വേണിയും കൂടി പിറന്നാളിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങി. എന്നാൽ അവിടെ പ്രൊഫസറോ നന്ദിനിയമ്മയോ മുത്തശ്ശിയോ ആരതിയോ ഒന്നും പിറന്നാളിന് പോകാനായിട്ട് തയ്യാറെടുക്കുന്നില്ല, ഒരിക്കലും വരുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവരെത്തി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് വേണിയും ആദർശവും ഒക്കെ ഒരുപാട് പറഞ്ഞുവെങ്കിലും അവിടെ ആരും കേൾക്കുന്നില്ല. അപ്പം നന്ദിനിയമ്മയ്ക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സങ്കടം തോന്നി. അങ്ങനെ നന്ദിനിയമ്മ ഒരുപാട് കരയുവാണ്. ആ ഒരു സമയം വേണിയും ആദർശവും കൂടി നന്ദിനിയമ്മയെ ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ ഗൗരിയെ വിമർശിക്കുന്നുണ്ട്, പക്ഷേ ഒരു നാൾ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഗൗരി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിറന്നാളിന് നിങ്ങൾ പോകാത്ത, നിങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ഗൗരി നിങ്ങളിൽ നിന്നും തൃശ്ശൂരോട്ട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് പോയതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ്, ആ പിറന്നാളിന് നിങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്ന് അന്ന് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ട ആ ഒരു അവസ്ഥ വരും. ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വരാത്തത് ഒരുപാട് നഷ്ടമാണെന്നും, മുത്തശ്ശിക്ക് ഈ പിറന്നാളിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തൻ്റെ സ്വന്തം മകനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി തൻ്റെ ആഗ്രഹം പോലും ത്യജിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്നവിടെ ആദർശം വേണിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണി അകത്ത് റൂമിൽ പോയി ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ഇത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണെന്നും, മുത്തശ്ശി ഇത് ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, ഇതിലിപ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ പോലും നിങ്ങളെല്ലാവരും തന്നു എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഗൗരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ പുസ്തകമാണ്, ഇത് പ്രൊഫസർ തന്നു എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും, ഇത് മുത്തശ്ശി തന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യിൽ കൊടുക്കും. അതുമാത്രമല്ല ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ഫോട്ടോ വരച്ചതാണ്, അത് നന്ദിനിയമ്മ തന്നു എന്നും പറഞ്ഞായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് ആരതി മോള് തന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുകയും, എന്നാൽ ഞാൻ ഇത് വാങ്ങിച്ച് തന്നു എന്ന് പറഞ്ഞിട്ട് ആരും ഒരാൾക്കും ഗിഫ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആ കാര്യങ്ങൾ ദേഷ്യത്തോടെ സംസാരിക്കുകയും, ഗൗരിയുടെ പിറന്നാളിന് താൻ വരത്തില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ആരും വരത്തില്ല എന്നുള്ള രീതിയിൽ അവിടെ ആരതി സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ദേഷ്യത്തോടെ അവിടെ നന്ദിനിയമ്മ പറയുകയും, അത് എൻ്റെ ഒരു മകൾ കൂടിയാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ മകളാണ് ഗൗരി എന്നും, നിങ്ങളെ പോലെ തന്നെ അവളിലും എനിക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പിറന്നാളിൽ നിങ്ങൾ എല്ലാവരും പോകും, നീയും വന്നിരിക്കും എന്ന് നന്ദിനിയമ്മ പറഞ്ഞു. അവസാനം പ്രൊഫസർ ആ ഒരു പിറന്നാൾ ആഘോഷത്തിൽ പോവാമെന്ന് സമ്മതിച്ചു. പക്ഷേ അവിടെ ഞാൻ വരുന്നില്ല, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല എന്ന് വാശിയോടെ തന്നെ ആരതി പറയുകയും, ദേഷ്യത്തോടെ തന്നെ നന്ദിനിയമ്മ പറഞ്ഞു, നീ വന്നിരിക്കും, നീ എൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ നീ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആരതിയെ നിർബന്ധിച്ച് പിറന്നാൾ ആഘോഷത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആഘോഷത്തിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി തൃശ്ശൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു സമയം ഗൗരിയുടെ പിറന്നാൾ അതിഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ശങ്കറും ഗംഗയും അജിത്തും ജോജും ഒക്കെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധാമണിയും മഹാദനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ആഘോഷം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തൃശ്ശൂരോട്ട് വരുന്ന സമയത്ത് ഒരുപാട് നേരമായിട്ട് ഒരു 2 പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പ്രൊഫസർ പറയുകയും എന്നാൽ അത് വേറെ ആരെങ്കിലും ആയിരിക്കും, അത് അച്ഛന് തോന്നുന്നതായിരിക്കും എന്ന് ആദർശം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കാറ് അവർ വന്നുകൊണ്ടിരുന്ന കാറിന് വട്ടം വെച്ചു. അങ്ങനെ അതിൽ നിന്ന് 2 പേരെ ഇറങ്ങി വന്നതിന് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വരാമോ എന്ന് ആദർശനോട് ചോദിക്കുകയും ആദർശ് പുറത്തോട്ട് ഇറങ്ങിപ്പോയ സമയത്ത് ആദർശിനെ ബലം പ്രയോഗിച്ച് കാറിനകത്ത് പിടിച്ചു വലിച്ചു കയറ്റി അവർ കാർ എടുത്തോണ്ട് പോയി. അങ്ങനെ ആദർശിനെ തട്ടിക്കൊണ്ട് പോവാണ്. ഇത് അറിഞ്ഞിട്ട് രക്ഷിക്കാൻ പോലും സാധിക്കാതെ വേണിയും നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതിയും പ്രൊഫസറും ഒക്കെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഗൗരിയുടെ ആഘോഷം നല്ല പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശം കുടുംബം എല്ലാവരും വന്നത്. പക്ഷേ അത് വലിയൊരു വിപത്തിലോട്ടാണ് കലാശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഗൗരിയുടെ ആ ഒരു പിറന്നാൾ ദിവസം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? സന്തോഷം അവസാനം ദുഃഖമായിട്ട് മാറുമോ? ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.